ഭരണമുറപ്പെന്ന കോൺഗ്രസ് വിലയിരുത്തൽ 88 മുതൽ 100 സീറ്റ് വരെ വിജയിക്കുമെന്നാണ് കണക്ക്. DCC നേതൃത്വത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം അരയടിച്ചതായിട്ടാണ് വിലയിരുത്തൽ. സ്ഥാനാർത്ഥികളുടെ യോഗം ഇന്ന് രാത്രി ഓൺലൈനായി ചേരും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ കണക്കുകൂട്ടലുകൾ ഓരോ മണ്ഡലങ്ങൾ കണക്കാക്കിയിട്ടാണോ, അവിടെ നിന്നും DCCകൾ നൽകുന്ന കണക്കനുസരിച്ചാണോ ഈ 88 മുതൽ 100 വരെ എന്നുള്ള വിലയിരുത്തലിലേക്ക് വരുന്നത്? ഇന്നിപ്പോൾ ഓൺലൈനായി സ്ഥാനാർത്ഥികളുടെ യോഗം ചേരാനും ഇരിക്കുന്നു. സ്മൃതി, ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ തന്നെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും നിയോജകമണ്ഡലം കമ്മിറ്റികൾ കണക്കുകൾ ശേഖരിച്ചിരുന്നു. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ അത് പിന്നീട് റിപ്പോർട്ടായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്കും അത് KPCC നേതൃത്വത്തിനും ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 88 സീറ്റുകളിൽ വിജയം സുനിശ്ചിതം എന്ന വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ചില സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നിട്ടുണ്ട്. 88 മുതൽ 100 സീറ്റ് വരെ വിജയിക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. ഇന്ന് രാവിലെയാണ് ആദ്യഘട്ട യോഗം നേരത്തെ ആസൂത്രണം ചെയ്തെങ്കിലും അത് പിന്നീട് വൈകിട്ട് 8:30 ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ മത്സരിച്ചവർ സ്ഥാനാർത്ഥികളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അവരുടെ മണ്ഡലത്തിലെ അവസാനഘട്ട വിലയിരുത്തൽ കൂടി സ്ഥാനാർത്ഥികൾ യോഗത്തിൽ അറിയിക്കും. ഏതായാലും നിലവിൽ വലിയ കണക്കുകൂട്ടൽ തന്നെയാണ് UDF നേതൃത്വത്തിലുള്ളത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചു എന്ന വിലയിരുത്തലാണ്. സർക്കാരിനെതിരെ UDF നടത്തിയ പ്രചാരണങ്ങൾ കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭരണം ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ. 88 സീറ്റുകൾ ഓരോ ജില്ലയിൽ കൃത്യമായി കണക്കുകൾ വെച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് അന്തിമമായ കണക്കുകൾ ഇന്ന് രാത്രിയോടെ തന്നെ പാർട്ടി നേതൃത്വം അത് AICC കൈമാറും. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ ദിവസങ്ങളിലെ ചർച്ചകൾ. ഏതായാലും കോൺഗ്രസിന് UDFന് അധികാരത്തിലെത്താൻ കഴിയും, സർക്കാർ രൂപീകരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അവസാനത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നേതൃത്വത്തിനുള്ളത്. സ്മൃതി, ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.